ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ ഇതുപോലെ പുളി ഒന്ന് എടുത്ത് നന്നായി കഴുകി അതിലേക്ക് കുറച്ച് വെള്ളം, ഇതുപോലെ ഒരുപാട് വേണ്ട, നല്ല കട്ടിക്ക് അതിൻ്റെ നീരെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് നമ്മളൊരു ദോശക്കല്ല് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് ഗ്യാസ് കത്തിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടുക് പൊട്ടിത്തെറിച്ച് പോവാതിരിക്കാനായിട്ട് നമ്മളിതൊന്ന് മൂടി വെക്കുന്നുണ്ട്. എന്നിട്ട് 2-3 സെക്കൻഡ് കഴിയുമ്പോഴേക്കും തന്നെ ആ കടുക് ഓരോന്നായി പൊട്ടി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഒരു 3 ടേബിൾ സ്പൂണോളം തന്നെ കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞളുണ്ടല്ലോ, കസ്തൂരി മഞ്ഞളും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിവിടെ ഓറഞ്ചിൻ്റെ തോല് ഉണക്കി പൊടിച്ചതാണ് കേട്ടോ. ഉണക്കി പൊടിച്ചതും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി ചേർന്ന് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ട് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കാലിൽ കയ്യിലൊക്കെ കാലിൻ്റെ സ്കിന്നൊക്കെ എപ്പോഴും നല്ല ഹാർഡായിരിക്കും. അതുപോലെ തന്നെ കയ്യിൻ്റെ മുട്ടിൽ നമ്മുടെ കഴുത്തിൻ്റെ പിന്നിലൊക്കെ നമുക്ക് ചിലർക്ക് കറുപ്പ് കളറായിട്ടുണ്ടാവും. അപ്പോൾ അത് പോകാനായിട്ട് നമ്മളിത് കുറച്ച് എടുക്കുക. പിന്നെ അതിലേക്ക് ഈ പുളിയുടെ നീര് കുറച്ച് നല്ല മിക്സ് ആക്കിയിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നോർമലായിട്ടുള്ള വെള്ളത്തിലൊന്ന് കഴുകി എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല കളർ വരാനും നല്ല ബ്രൈറ്റ്നെസ് വരാനും ടാൻ അടിച്ചത് പോവാനും അതുപോലെ തന്നെ കഴുത്തിൻ്റെ പിന്നിലും കൈമുട്ടിലൊക്കെ ഉള്ള ആ ഒരു ബ്ലാക്ക് ഹെഡ്സൊക്കെ പോവാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.